1948 ശേഷം പണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ പിന്തുടർന്നു പോകുന്ന ഓരോ ഭക്ഷണ രീതികളും അന്ന് അറബികൾ നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ ആ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ടിക്ക ആൻഡ് കബാബ് അമീൻ. കബാബ് അമീൻ്റെ അകത്തൊക്കെ വന്നിങ്ങനെ കണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1948 ബഹ്റിനിലാണ് ആദ്യമായിട്ട് ഈ ഒരു ടിക്ക ആൻഡ് കബാബ് അമീൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് പല അറേബ്യൻ രാജ്യങ്ങളിലേക്കും അത് പോയി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ടിക്ക ആൻഡ് കബാബ് അമീൻ്റെ ഔട്ട്ലെറ്റ് ആണ് കൊച്ചിയിലുള്ള ഈ ഔട്ട്ലെറ്റ്. അപ്പോൾ നമ്മളിവിടെ വന്നിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈ ഒരു ഇൻറ്റീരിയർ വർക്ക്സ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ. തേടി വന്ന ഐറ്റത്തിന് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഷവർമ ഷേക്കർ, നമ്മുടെ കുലുക്കി ഷവർമ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഷവർമ മിക്സ് എല്ലാം ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ സോസും മയണൈസും എല്ലാം ഒഴിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊന്ന് ഇത് കഴിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇത് ഫോളോ ചെയ്ത് പോകാൻ ഓപ്പൺ. അങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മിക്സും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ലെയറായിട്ടാണ് ഇവർ ഓരോ മിക്സ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കൊണ്ടുവന്ന് തരിക. അതിനുശേഷം നമ്മൾ പിന്നുള്ള സ്റ്റെപ്പ് ആഡ് സോസ് ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമുക്ക് മയോണൈസ് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പെരി പെരി ആ ഒരു സോസാണ്, പാപ്രിക്ക സോസ്. അത് കുറച്ച് സ്പൈസി ആണ്. പിന്നെ ഇത് തെഹിന, അതായത് നമ്മുടെ നല്ല ഹെൽത്തി ഒരു ഐറ്റമാണ്. കുറച്ച് ലിക്വിഡായിട്ട് അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലോസ് ലിഡ്. നമ്മൾ ക്ലോസ് ചെയ്തു, ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തു. ഇനി ഷേക്ക് ചെയ്യാം. ഇങ്ങനെയല്ലേ? A few moments later. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്ത് നമ്മൾ മേക്ക് ചെയ്തെടുത്ത ഷവർമ, കുലുക്കി ഷവർമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാവേ. അടിപൊളിയാണ്. കാരണം നോർമൽ ഷവർമ പോലെയല്ല, ടൊമാറ്റോയുടെയൊക്കെ ഫ്രഷ്നെസ് നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷവർമയാണിത്. ഷവർമ ഷേക്കർ, ഞങ്ങൾ കുലുക്കി ഷവർമ എന്ന് വിളിക്കും. എങ്ങനെയാണ് ഇതിലേക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ? നമ്മൾ പുതുമകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം നമുക്ക് ഈ ഷവർമ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ റോളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടേക്ക് അവേ കൺസെപ്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുമല്ല ഒരു ഈസിലി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു പരിപാടി ഇങ്ങനെ ഷവർമ ഷേക്ക് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ അതുമല്ല പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, ഡെലിവറി കൊണ്ടുപോകാം, എല്ലാം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ ഷവർമയിൽ നോർമലായിട്ട് വെജസ് എന്ന് പറയുന്നത് ലെറ്റ്യൂസ്, ജസ്റ്റ് വെജിറ്റബിൾ, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഓണിയൻ ചേർക്കുന്നുണ്ട്, പിന്നെ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ റൊമാലിയിലാണ് നോർമൽ ഷവർമ കൊടുക്കുന്നത്. അതേപോലെ തന്നെ റൊമാലി ഇതിനകത്തിൽ ചോപ്പ് ചെയ്തിടുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ചിക്കൻ അത് കുറച്ച് പീസ് വലുതാക്കിയാണ് ചെയ്യുന്നത്, അതും ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. മലയാളികൾക്ക് അറേബ്യൻ ഭക്ഷണങ്ങളോടുള്ള പ്രിയം തന്നെയാണ് ഈ ടിക്ക ആൻഡ് കബാബ് അമീൻ കേരളത്തിലെത്താൻ കാരണം. മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ കുലുക്കി ഷവർമ, അതായത് ഷവർമ ഷേക്കർ മലയാളികളങ്ങ് ഏറ്റെടുത്തും കഴിഞ്ഞു. അപ്പം ആരും മിസ് ചെയ്യേണ്ട, നേരെ കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഈ ടിക്ക ആൻഡ് കബാബ് അമീനിലേക്ക് വന്നോ. എന്നിട്ട് കുലുക്കി ഷവർമയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ജേർണലിസ്റ്റ് ശരത് കുമാറിനോടൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ കൊച്ചി.